പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റാണത്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇങ്ങനൊരു ചാപ്റ്റർ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചാപ്റ്റർ വേണ്ടി വരുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായൊരു ഉത്തരം നമുക്ക് വേണം, അല്ലേ? കാരണം നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായത്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഉത്തരം അതിന് നൽകാൻ നമുക്ക് കഴിയണം, അല്ലേ? അങ്ങനെ നമ്മൾ ഉത്തരം അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഏകദേശം 118 എലമെൻറ്റുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ. ഈ 118 എലമെൻറ്റുകളുടെയും ആറ്റങ്ങൾ ഉണ്ടാവും, ശരിയല്ലേ? ഈ ആറ്റങ്ങൾക്ക്, നമ്മൾ ഈ ആറ്റങ്ങളെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ആറ്റങ്ങളിൽ 95% മുകളിൽ വരുന്ന ആറ്റങ്ങളും പേടിത്തൊണ്ടന്മാരാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ നമ്മൾ പേടിത്തൊണ്ടന്മാരായിട്ട് മനസ്സിലാക്കുന്നത്? കാരണം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ 95% വരുന്ന ആറ്റങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളവരാണ്. നിങ്ങൾക്ക് ആ ആറ്റങ്ങളെ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണാനായിട്ട് കഴിയില്ല. ഇവരെപ്പോഴും കൂട്ടമായിട്ടാണ് ഇരിക്കുക, അല്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാലറിയാം, വളരെ കുറച്ച് എലമെൻറ്റുകളുടെ ആറ്റങ്ങൾ മാത്രമാണ് ഒറ്റയ്ക്കിരിക്കാനുള്ള അത്രയും ധൈര്യമുള്ള ആറ്റങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, ശരിയല്ലേ? ആ ആറ്റങ്ങളെയാണ്, ആ എലമെൻറ്റുകളെയാണ് നമ്മൾ നോബിൾ ഗ്യാസുകൾ എന്ന് പറഞ്ഞ് പീരിയോഡിക് ടേബിളിൻ്റെ 18ാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ അവരെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിലുള്ള നോബിൾ ഗ്യാസുകളുടെ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസുകളുടെ ആറ്റങ്ങൾക്ക് മാത്രമേ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള ആറ്റങ്ങളൊന്നും തന്നെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല, ഇൻഡിവിജ്വലായിട്ട് കാണാൻ കഴിയില്ല. ഇവരെല്ലാം തന്നെ കൂട്ടമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓർ യു കൻ സേ ദാറ്റ് ദേ എക്സിസ്റ്റ് ആസ് ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ്. ഒന്നിലധികം ആറ്റങ്ങൾ കൂടിച്ചേർന്ന് വരുന്ന ആറ്റങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 95% വരുന്ന ആറ്റങ്ങളും എങ്ങനെയുള്ള ആറ്റങ്ങളാണ്? പേടിത്തൊണ്ടന്മാരാണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമില്ലാത്തവരാണ്, ശരിയാണല്ലോ? അങ്ങനെ ഈ ആറ്റങ്ങളെല്ലാം ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ആയിട്ട് മാറുമ്പോൾ ആ ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടുമുള്ള കാര്യമാണ്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അത് മോളിക്യൂളുകളായിട്ട് മാറും. അപ്പോൾ ഈ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റങ്ങളെയാണ് നമ്മൾ മോളിക്യൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുള്ള ആറ്റങ്ങൾ കൂട്ടം ചേർന്നിട്ട് മോളിക്യൂളുകളായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മോളിക്യൂളുകൾക്കുള്ളിൽ ഈ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന എന്തോ ഒന്ന് അവർക്കിടയിൽ ഉണ്ട്, ശരിയല്ലേ? അതുകൊണ്ടല്ലേ അവർ കൂട്ടമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടല്ലേ അവർ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റംസ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടല്ലേ അവർ മോളിക്യൂളുകളായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ മോളിക്യൂളിനുള്ളിൽ ഈ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന എന്തോ ഒന്നുണ്ട് അവർക്കിടയിൽ. അതെന്താണ് എന്ന് അന്വേഷിച്ചു പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും എപ്പോഴും. ആറ്റങ്ങൾക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവരെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. എന്താണ് നമ്മൾ വിളിക്കുക? കെമിക്കൽ ബോണ്ട്. സോ വാട്ട് ഡു യു മീൻ ബൈ എ കെമിക്കൽ ബോണ്ട് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എന്താണ് കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഹോൾഡിംഗ് ദ കോൺസ്റ്റിറ്റ്വൻസ് ഓഫ് വാരിയസ് സ്പീഷീസ് ടുഗെദർ ഈസ് കോൾഡ് ആസ് കെമിക്കൽ ബോണ്ട്. ഒരു കെമിക്കൽ സ്പീഷീസിനുള്ളിലെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനുള്ളിലെ കോൺസ്റ്റിറ്റ്വൻറ്റുകളെ, കോൺസ്റ്റിറ്റ്വൻസ് എന്ന് പറയുമ്പോൾ ആറ്റങ്ങളാവാം, അയോണുകളാവാം, ആരും ആവാം. അപ്പോൾ ആറ്റങ്ങളാണെങ്കിൽ ആറ്റങ്ങളെ, അല്ലെങ്കിൽ അയോണുകളാണെങ്കിൽ അയോണുകളെ, ഒരു കെമിക്കൽ സ്പീഷീസിലെ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളെയോ അയോണുകളെയോ പരസ്പരം ചേർത്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് കെമിക്കൽ ബോണ്ട്. ഒന്നുകൂടി ഞാനത് ഡിഫൈൻ ചെയ്യാം. ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ഹോൾഡിംഗ് ദ കോൺസ്റ്റിറ്റ്വൻസ്. കോൺസ്റ്റിറ്റ്വൻസ് എന്ന് പറയുന്നത് മേ ബി അയോൺസ് ഓർ മേ ബി ആറ്റംസ് ടുഗെദർ ഇൻ എ കെമിക്കൽ സ്പീഷീസ് ഈസ് കോൾഡ് ആസ് എ കെമിക്കൽ ബോണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞതുപോലെ 95% അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന ആറ്റങ്ങൾ മോളിക്യൂളുകളായിട്ട് കെമിക്കൽ ബോണ്ടിൻ്റെ ഭാഗമായി കമ്പൈൻ ചെയ്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മോളിക്യൂളുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആണല്ലോ? അപ്പോൾ അവിടെ നിന്നും ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന്, എന്തിനു വേണ്ടിയാണ് ആറ്റങ്ങൾ
കമ്പൈൻ ചെയ്യുന്നത്? ശരിയല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സംശയമാണ്. എന്തിനാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? വൈ ഡു ആറ്റംസ് കമ്പൈൻ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ശരി, ഇനി അങ്ങനെ കമ്പൈൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോ, അതിനൊരു കാരണമുണ്ട് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്ത ആറ്റങ്ങൾ വ്യത്യസ്ത രീതിയിൽ കമ്പൈൻ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ സപ്പോസ് കമ്പൈൻ ചെയ്യുന്നതിന് നമ്മളൊരു കാരണം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചോദിക്കുന്ന രണ്ടാമത്തെ സംശയമാണെന്ത്? എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആറ്റംസ് ഡിഫറെൻ്റ് ആയ രീതികളിൽ കമ്പൈൻ ചെയ്യുന്നത്? ഓക്കെ, അതിനും ഒരു ഉത്തരം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള മൂന്നാമത്തെ സംശയം പുറത്തേക്ക് വരും. എന്താണ് മൂന്നാമത്തെ സംശയം? എന്തുകൊണ്ടാണ് ചില ആറ്റങ്ങൾ മാത്രം കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുകയും മറ്റ് ചില ആറ്റങ്ങൾ കോമ്പിനേഷനിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, 95% വരുന്ന ആറ്റങ്ങളാണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ബാക്കി വരുന്ന ആറ്റങ്ങൾ, നോബിൾ ഗ്യാസുകളുടെ ആറ്റങ്ങൾ, ഇനേർട്ട് ഗ്യാസുകളുടെ ആറ്റങ്ങൾ, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലെ ആറ്റങ്ങൾ ഈ കെമിക്കൽ കോമ്പിനേഷനിലോ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിലോ പങ്കെടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആറ്റങ്ങൾ മാത്രം കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റു ചില ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാത്തത്? ഓക്കെ, ഇനി ഈ സംശയത്തിന് നമുക്കൊരു മറുപടി കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിയിട്ടില്ല. സപ്പോസ് കിട്ടിയാൽ നമ്മുടെ മനസ്സിൽ അടുത്ത സംശയം വരും. എന്താണെന്നറിയോ? ഇങ്ങനെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകളായിട്ട് മാറുമ്പോൾ ഈ മോളിക്യൂൾസിനെല്ലാം ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വ്യത്യസ്ത മോളിക്യൂളുകൾക്ക് വ്യത്യസ്ത ഷേപ്പുകളായിരിക്കും. പക്ഷെ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിന്റെ കേസിൽ ആ ഷേപ്പ് ഫിക്സഡ് ആയിരിക്കും. ഇപ്പൊ അമോണിയ എന്ന് പറയുന്ന ഒരു മോളിക്യൂള്, ഈ അമോണിയ എന്ന് പറയുന്ന മോളിക്യൂളിന് ഒരു സ്ഥിരം ഷേപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന് വേറൊരു ഷേപ്പാണ്. ഓക്കെ, മെത്തൈൻ എന്ന് പറയുന്ന മോളിക്യൂള് അതിന് വേറൊരു ഷേപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന മോളിക്യൂളുകൾക്ക് ഫിക്സഡ് ഷേപ്പുകൾ കിട്ടുന്നത്? അങ്ങനെ നിരവധി സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ കിട്ടാൻ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഞാൻ ഈ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് വൈ ഡു ആറ്റംസ് കമ്പൈൻ? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ ഇത്രയ്ക്ക് ധൈര്യമില്ലാതായി പോയത്? റെഡിയാണല്ലോ അല്ലേ? സോ നമ്മൾ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്കാണ്. അതിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വൈ ഡു ആറ്റംസ് കമ്പൈൻ? Cossel-Lewis approach to chemical bonding. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് നമ്മൾ ചെന്നാൽ നമ്മൾ എത്തിപ്പെടുന്നത് കൊസൽ-ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്ങിലേക്കായിരിക്കും. കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൊസൽ ആൻഡ് ലൂയിസ് രണ്ട് വ്യത്യസ്ത സയൻറ്റിസ്റ്റുകളാണ്. കൊസൽ എന്ന് പറയുമ്പോൾ ഹിസ് കംപ്ലീറ്റ് നെയിം ഇസ് W. Cossel. Okay, and Lewis, his complete name is Jean Lewis. ഈ രണ്ടു പേരാണ് കെമിക്കൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തുകയും അത് ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ഈ രണ്ടുപേരാണ്, കൊസൽ ആൻഡ് ലൂയിസ്. അപ്പോൾ കൊസൽ ആൻഡ് ലൂയിസ് എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടുപേരും ഒരുമിച്ച് പരസ്പര സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ പഠനങ്ങളെല്ലാം നടത്തിയത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് പോലെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഒരേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇൻഡിവിജ്വലായി നടത്തിയ രണ്ടുപേരാണ് കൊസൽ ആൻഡ് ലൂയിസ്. W. കോസലും Jean ലൂയിസും. ഓക്കെ, എന്താണ് ഇവരുടെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് ആദ്യമായി ഒരാറ്റത്തിൻ്റെ വാലൻസിയുമായി ബന്ധപ്പെട്ട ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ നൽകിയത്. ഓക്കെ, അത്രയും കാലം ഒരാറ്റത്തിൻ്റെ വാലൻസി എന്താണ് എന്നോ ആ വാലൻസിക്ക് കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ എന്ത് റോളാണുള്ളതെന്നോ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യത്തിൽ പലരും പരാജയപ്പെട്ടു നിന്നിരുന്നൊരു കാലത്ത് ഈ രണ്ടുപേര് രംഗപ്രവേശം ചെയ്യും. അവരതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും അതിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ അവരാണ് ആദ്യമായി, ആരൊക്കെയാണ്? W. കോസൽ ആൻഡ് Jean ലൂയിസ്. ഈ രണ്ടുപേരുമാണ് ആദ്യമായി ഒരു ആറ്റത്തിൻ്റെ കെമിക്കൽ ബോണ്ട് ഫോർമേഷനും അതിൻ്റെ വാലൻസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സൂചന നൽകുന്നത് ഇവരാണ്. സോ ദേ പ്രൊവൈഡ്
എ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഫോർ ദ വാലൻസി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ വാലൻസിയുമായി ബന്ധപ്പെട്ട് ലോജിക്കലായ എങ്ങനെയാണ് വാലൻസി കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായ ഒരു ലോജിക്കലായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഈ രണ്ടുപേരുമാണ്. അതിൽ ലൂയിസുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറയാം. എന്താണ് ലൂയിസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് ആദ്യം ഞാൻ പറയാം. ലൂയിസിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം എന്താണെന്നറിയോ? ലൂയിസ് സിംപിൾസിനെ കുറിച്ചാണ്. എന്താണ് ലൂയിസ് സിംപിൾസ്? ലൂയിസ് സിംപിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ GN ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വാലൻസിയുമായി ബന്ധപ്പെട്ട കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റുകൾക്കിടയിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ മെത്തേഡ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ആറ്റമാണെന്ത്? ലൂയിസ് സിംബൽസ്. ഈ സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാറ്റത്തെ നമുക്കെന്തിനാ വാലൻസി മനസ്സിലാവുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ലൂയിസ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ഇത്രയുമാണ്: ഒരാറ്റം കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ ആറ്റത്തിനുള്ളിലെ എല്ലാ ഇലക്ട്രോണുകളും കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, പിന്നെയോ ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകൾ മാത്രമേ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. ആ ഇലക്ട്രോണുകളെയാണ് ലൂയിസ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചത്. അപ്പോൾ ലൂയിസ് സിംബലുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൂയിസിന്റെ അഭിപ്രായത്തിൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു പുതിയ ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് ലൂയിസിന്റെ അഭിപ്രായത്തിൽ വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെയാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് ആ ഇലക്ട്രോണുകളെ മാത്രം ലൂയിസ് ഫോക്കസ് ചെയ്യുന്നത്? ലൂയിസ് മനസ്സിലാക്കിയത് ഈ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകൾ മാത്രമേ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. ഒരാറ്റത്തിലെ ഇന്നർ ഇലക്ട്രോണുകളൊന്നും തന്നെ, ന്യൂക്ലിയസ് പോലെയുള്ള ഭാഗങ്ങളൊന്നും തന്നെ കെമിക്കൽ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നില്ല. ആര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ? ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ആ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകളെയാണ് ലൂയിസ് എന്ത് വിളിച്ചത്? വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചത്. ഇനി ഈ വാലൻസ് ഇലക്ട്രോണുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ലൂയിസ് പുതിയൊരു സിംബൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പുതിയൊരു വേ ഓഫ് റെപ്രസെന്റിങ് ആറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽസ് എന്ന് പറയാം. ലൂയിസ് സിംബൽസ് അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? യു നീഡ് ടു റൈറ്റ് ദ സിംബൽ ഓഫ് ദി ആറ്റം. ഏറ്റവും ആദ്യം നമ്മൾ ആ എലമെന്റിന്റെ സിംബൽ എഴുതുക. ഇപ്പോൾ സോഡിയം ആണെങ്കിൽ Na എന്ന് എഴുതുക, പൊട്ടാസ്യം ആണെങ്കിൽ K എന്ന് എഴുതുക, ഹൈഡ്രജൻ ആണെങ്കിൽ H എന്ന് എഴുതുക. ലൂയിസ് പറഞ്ഞത് ഈ സിംബൽ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ആ ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിനെയും അതിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയുമാണ് ഞാൻ ഈ സിംബൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആറ്റത്തിന്റെ സിംബൽ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെയും അതിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയും നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അപ്പോൾ അവിടെ റെപ്രസെന്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ആരാ? വാലൻസ് ഇലക്ട്രോണാണ്. ശരിയല്ലേ? ആണ്. ഇനി ഈ സിംബലിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യണം. ആ വാലൻസ് ഇലക്ട്രോണുകളെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ഡോട്ട്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഡോട്ട്സ് ആയിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ സിംബലുകൾ എഴുതണം, അതിനുശേഷം നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ സിംബൽ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സിംബൽ എന്ന് പറയുന്നത് ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെയും പ്ലസ് അതിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം ഡോട്ടുകൾ എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണുകളെയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു എലമെന്റിന്റെ ഒരു ആറ്റത്തിന്റെ സിംബൽ എഴുതി കഴിഞ്ഞാൽ ആ സിംബലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് സിംബൽസ്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ്, മറ്റൊരു പേര് കൂടി അതിനുള്ളത് ഇലക്ട്രോൺ ഡോട്ട് സിംബൽസ് എന്നൊരു പേര് കൂടി അതിനുണ്ട്. സോ ഇറ്റ്സ് കോൾഡ് ആസ് ലൂയിസ് സിംബൽസ് ഓർ ഇലക്ട്രോൺ ഡോട്ട് സിംബൽസ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില എലമെന്റുകളുടെ ഇലക്ട്രോൺ ഡോട്ട് സിംബലുകൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഞാനൊന്ന് പറയാം. അതിൽ ഏറ്റവും ആദ്യത്തേത് ശ്രദ്ധിച്ചോടാ. We are going to write the electron dot symbols of certain atoms. ഏറ്റവും ആദ്യം ലിത്തിയം ആയിക്കോട്ടെ. ലിത്തിയത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ലിത്തിയം അറ്റോമിക് നമ്പർ 3, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 1s2 2s1. ഓക്കെ. ലിത്തിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ലാസ്റ്റ് ഷെല്ല് സെക്കൻഡ് ഷെല്ലാണ്. എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട്? ഒറ്റ ഇലക്ട്രോണേ വരുന്നുള്ളൂ. സോ ദർ ഇസ് ഓൺലി വൺ വാലൻസ് ഇലക്ട്രോൺ ഇൻ ലിത്തിയം. അപ്പൊ ലിത്തിയത്തിന്റെ ലൂയിസ് സിംബൽ നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംബൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ലിത്തിയത്തിന്റെ സിംബൽ എഴുതുക, Li. ഈ Li എന്ന് പറയുന്ന സിംബലിന്റെ അർത്ഥം ലിത്തിയത്തിന്റെ ന്യൂക്ലിയസും ലിത്തിയത്തിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ Li എന്ന് എഴുതുന്നത്. ഇനി അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ലിത്തിയത്തിന്റെ വാലൻസ് ഇലക്ട്രോണിനെയാണ്. എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെ നമ്മൾ ഒരു ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം.
സോ ദിസ് ഇസ് കോൾഡ് ആസ് ലൂയിസ് സിംപിൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംപിൾ ഓഫ് ലിത്തിയം. ഇതേപോലെ ബെറിലിയം നമ്മൾ എടുത്താൽ അറ്റോമിക് നമ്പർ 4 വരുന്ന ബെറിലിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ശരിയല്ലേ. ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 2 ആണ്. എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട്? അതിൽ 2 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ ബെറിലിയത്തിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 2. ബെറിലിയത്തിന്റെ ലൂയിസ് സിംബൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ ബെറിലിയത്തിന്റെ ന്യൂക്ലിയസിനെയും ബെറിലിയത്തിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയും അതിന്റെ സിംബൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും, Be. ഇനഫ്. ഇനി നമ്മൾ അതിന്റെ ഔട്ടർ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക. 2 ഔട്ടർ ഇലക്ട്രോണുകളാണുള്ളത്, 2 വാലൻസ് ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ആ 2 വാലൻസ് ഇലക്ട്രോണുകൾക്ക് പകരം നമ്മൾ 2 ഡോട്ടുകൾ കൊടുക്കുക. ആൻഡ് ദീസ് 2 ഡോട്ട്സ് റെപ്രസെന്റ് എന്തിനെയാണ്? 2 വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ബെറിലിയം. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ദ ലൂയിസ് സിംബൽ ഓർ ദ ഇലക്ട്രോൺ ഡോട്ട് സിംബൽ ഓഫ് ബെറിലിയം ആറ്റം. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. തേർഡ് വൺ ഇസ് ബോറോൺ. മറ്റൊരു ആറ്റം ബോറോൺ, അറ്റോമിക് നമ്പർ 5, 1s2 2s2 2p1. ബോറോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ലാസ്റ്റ് ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെൽ ആണ്. സെക്കൻഡ് ഷെല്ലിൽ എസ് സബ് ഷെല്ലും ഉണ്ട്, പി സബ് ഷെല്ലും ഉണ്ട്. അപ്പോൾ അതിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. സോ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ബോറോൺ ഇസ് 3. ശരിയല്ലേ? ആണ്. ഇതിന്റെ ലൂയിസ് സിംബൽ നമ്മൾ എങ്ങനെ എഴുതുക? ബോറോണിന്റെ ന്യൂക്ലിയസിനെയും ബോറോണിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയും ബോറോൺ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന സിംബൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി അതിലെ ഔട്ടർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 + 1 3 ആണ്. അപ്പോൾ ആ ഇലക്ട്രോണുകൾ നമ്മൾ എന്താണ് ചെയ്യുക? 3 ഡോട്ടുകളായിട്ട് ഈ സിംബലിന് ചുറ്റും റെപ്രസെന്റ് ചെയ്യാം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയമാണ്, ഈ 2 ഇപ്പോൾ ബെറിലിയത്തിന്റെ കേസിലാണെങ്കിൽ ഈ 2 ഡോട്ടുകളെ ഇവിടെ തന്നെ കൊടുത്തൂടെ? ബോറോണിന്റെ കേസിൽ ഈ 3 ഡോട്ടുകളെ 2 ഒരെണ്ണത്തെ എവിടെയും കൊടുത്തൂടെ? ഇങ്ങനെ മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. സംശയങ്ങളുടെ ഒന്നും കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും സിമ്മട്രിക്കൽ ആയിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ 3 ആണെങ്കിൽ ആ 3 എണ്ണത്തെ സിമ്മട്രിക്കലായിട്ട് അറേഞ്ച് ചെയ്യാം. കംപ്ലീറ്റ് സിമ്മട്രി ഇല്ലെങ്കിലും മാക്സിമം സിമ്മട്രി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനി മറ്റൊരു ആറ്റത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ ബോറോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കാർബൺ ആണ്. അറ്റോമിക് നമ്പർ 6 വരുന്ന കാർബൺ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാം, 1s2 2s2 2p2. ശരിയല്ലേ? വാലൻസ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. സെക്കൻഡ് ഷെല്ലിൽ എസിലും പിയിലും കൂടി 4 ഇലക്ട്രോണുകളുണ്ട്. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. നമ്മൾ അതിന്റെ ലൂയിസ് സിംബൽ എഴുതുമ്പോൾ കാർബണിന്റെ ന്യൂക്ലിയസിനെയും കാർബണിന്റെ ഇന്നർ ഇലക്ട്രോണുകളെയും സി എന്നുള്ള ഒറ്റ സിംബൽ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകൾ 4 ആണ്. ആ 4 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകൾക്ക് പകരം 4 ഡോട്ടുകൾ നമ്മൾ കാർബണിന്റെ സിംബലിന് ചുറ്റും സി എന്ന് പറയുന്ന സിംബലിന് ചുറ്റും സിമ്മട്രിക്കൽ ആയിട്ട് കൊടുത്താൽ ദിസ് ഇസ് കോൾഡ് ആസ് ലൂയിസ് സിംബൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംബൽ ഓഫ് കാർബൺ. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് സിംബൽ എഴുതേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കാർബൺ കഴിഞ്ഞാൽ ഞാനൊരു 2-3 എലമെന്റുകളുടെ കേസ് കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ലൂയിസ് ഡോട്ട് സിംബൽ എന്ന് പറയുന്ന ടോപ്പിക് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ കാർബൺ കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 7 വരുന്ന എലമെന്റ് ആരാ? നൈട്രജൻ ആണ്. നൈട്രജൻ അറ്റോമിക് നമ്പർ 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p3 ആണ്. സെക്കൻഡ് ഷെല്ലാണ് ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഷെല്ലിലെ ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 + 5. എത്രയാണ്? 2 + 3 2 + 3 5 ആണ്. അപ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഇൻ നൈട്രജൻ. അപ്പോൾ ലൂയിസ് സിംബൽ എഴുതണമെങ്കിൽ നൈട്രജന്റെ ഇന്നർ ഇലക്ട്രോണുകളെയും അതുപോലെ തന്നെ ന്യൂക്ലിയസിനെയും നമ്മൾ N എന്നുള്ള സിംബൽ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി അതിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 5 വാലൻസ് ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം? നൈട്രജൻ എന്ന് പറയുന്ന സിംബലിന് ചുറ്റും ഏകദേശം ഒരു സിമ്മട്രിക്കൽ അറേഞ്ച്മെന്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ലൂയിസ് ഡോട്ട് സിംബൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംബൽ ഓഫ് നൈട്രജൻ. മറ്റൊരു എലമെന്റ് നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്ന ഓക്സിജൻ ആണ്. അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. ശരിയല്ലേ? സെക്കൻഡ് ഷെല്ലിലെ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 + 4 6 ആണ്. സോ ദർ ആർ 6 വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഓക്സിജൻ. ഓക്സിജന്റെ ലൂയിസ് സിംബൽ നമ്മൾ എഴുതുന്നു, O എന്നുള്ള സിംബൽ എഴുതുക. അതിന് ചുറ്റും 6 വാലൻസ് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. 6 വാലൻസ് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുന്നു. 6 ഡോട്ടുകളായിട്ട് ഓരോ വാലൻസ് ഇലക്ട്രോണും ഓരോ ഡോട്ടാണ്. സോ 6 ഡോട്ട്സ്, ദാറ്റ് മീൻസ് 6 വാലൻസ് ഇലക്ട്രോൺസ് അറൗണ്ട് ഓക്സിജൻ. മറ്റൊരു എലമെന്റ്, അടുത്ത എലമെന്റ് ആരാണ്? ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്നത് ഫ്ലൂറിൻ ആണ്. അറ്റോമിക് നമ്പർ 9 വരുന്ന ഫ്ലൂറിൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 അല്ലേ?
രണ്ടാമത്തെ ഷെല്ലിൽ, അതായത് വാലൻസ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2ഉം 5ഉം മൊത്തം 7 ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ദർ ആർ 7 വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫ്ലൂറിൻ. ലൂയിസ് സിംബൽ നമ്മൾ എഴുതുന്നു ഫ്ലൂറിൻ എന്ന് എഴുതിയിട്ട് അതിന് ചുറ്റും എത്ര ഡോട്ടുകൾ വേണം? 7 ഡോട്ടുകൾ വേണം. സോ 2, 4, 6, 7 അല്ലേ? എങ്ങനെയല്ലാണ്ട് നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ ലൂയിസ് ഡോട്ട് സിംബൽ ഓഫ് ഇലക്ട്രോൺ ഡോട്ട് സിംബൽ ഓഫ് ഫ്ലൂറിൻ. മറ്റൊരു എലമെന്റ്, നമ്മൾ 10ാമത്തെ എലമെന്റ് ആരാ? നമ്മുടെ നിയോൺ ആണ്. നോബിൾ ഗ്യാസുകളിൽ പെടുന്ന നിയോൺ ആണ്. അറ്റോമിക് നമ്പർ 10, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6. ശരിയല്ലേ? 2p6. യാ, 2p6 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 2ഉം 6ഉം എത്ര ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ 8 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 8 വാലൻസ് ഇലക്ട്രോൺസ് വരുമ്പോൾ നമ്മൾ നിയോണിന്റെ സിമ്പിൾ എഴുതുക. ഈ സിമ്പിൾ എന്താ മീൻ ചെയ്യുന്നത്? അതിന്റെ ന്യൂക്ലിയസിനെയും ഇന്നമോസ്റ്റ് ഇലക്ട്രോണുകളെയും നമ്മൾ ആ സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളെ നമ്മൾ നോക്കുമ്പോൾ 8 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്, 8 വാലൻസ് ഇലക്ട്രോൺസ്. ആ 8 വാലൻസ് ഇലക്ട്രോൺസിന് പകരം നമ്മൾ 8 ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. 8 ഡോട്ടുകളും 8 വാലൻസ് ഇലക്ട്രോൺസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ലൂയിസ് സിംബൽ ഓഫ് നിയോൺ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് എലമെന്റിനെയും റെപ്രസെന്റ് ചെയ്യാം. ഒരു 2 എലമെന്റുകളെ കൂടി റെപ്രസെന്റ് ചെയ്തിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. അറ്റോമിക് നമ്പർ 11 വരുന്ന സോഡിയം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1 അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് തേർഡ് ഷെല്ലാണ്. ആ തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ സോഡിയം ഇസ് 1. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലൂയിസ് സിംബൽ എഴുതാൻ സോഡിയം എന്ന് എഴുതും, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കും, കാരണം ഒറ്റ വാലൻസ് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ സോഡിയത്തിൽ. യാ, ഇനി അതുപോലെ തന്നെ മറ്റൊരു എലമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഇറ്റ്സ് മെഗ്നീഷ്യം. അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2. തേർഡ് ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. 2 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ എഴുതുക, മെഗ്നീഷ്യം എന്ന് സിമ്പിൾ എഴുതുക. 2 വാലൻസ് ഇലക്ട്രോണുകളെ അതിന് ചുറ്റും ഇട്ട് കൊടുക്കുക, 2 ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ലൂയിസ് സിംബൽസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോട്ട് സിംബൽസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ലൂയിസ് ഇങ്ങനൊരു കാര്യം പ്രപ്പോസ് ചെയ്തത് കൊണ്ട് കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടിയത്? വളരെ വലിയ ഗുണം കിട്ടിയിട്ടുണ്ട് അല്ലേ? കാരണം ആദ്യമായാണ് ഒരാറ്റത്തിന്റെ വാലൻസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്, ഒരാറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആളുകൾ മനസ്സിലാക്കുന്നത് അല്ലേ? കാരണം ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകൾ മാത്രമേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ഇലക്ട്രോണുകളെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ലൂയിസ് ഈ സിംബലുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഈ സിംബലുകളിൽ നിന്നെല്ലാം നമുക്ക് ഒരാറ്റത്തിന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകൾ എത്രയാണ്, വാലൻസ് ഇലക്ട്രോണുകൾ എത്രയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ശരിയാണല്ലോ? ഇവിടെ നിന്നും നമ്മൾ ഒരാറ്റത്തിന്റെ വാലൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലൂയിസ് സിംബലുകളുടെ, ഇലക്ട്രോൺ ഡോട്ട് സിംബലുകളുടെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ സിംബലുകളിൽ നിന്ന് നമുക്ക് ഒരാറ്റത്തിന്റെ വാലൻസി എത്രയാണ് എന്ന് മനസ്സിലാക്കാം. ഒരാറ്റത്തിന്റെ വാലൻസി എന്ന് പറയുന്നതിനെയാണ് നമ്മളിതിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് ലൂയിസ് സിംബൽസ്. നമ്മൾ ഈ വരച്ച ലൂയിസ് സിംബൽസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിയോ? വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാലൻസി ഫ്രം ലൂയിസ് സിംബൽസ്. എങ്ങനെയാണെന്ന് അറിയോ? പറയാം. വാലൻസി ഈസ് ഈക്വൽ ടു എയ്തർ ദ നമ്പർ ഓഫ് ഡോട്ട്സ്, ഓക്കെ, ഓർ valency is equal to 8 minus number of dots. എന്താ പറയുന്നത്? ഒരാറ്റത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ആ ലൂയിസ് സിംബൽസിൽ കൊടുത്തിരിക്കുന്ന ഡോട്ടുകളുടെ എണ്ണം തന്നെയായിരിക്കും, അല്ലെങ്കിൽ 8 മൈനസ് നമ്പർ ഓഫ് ഡോട്ട്സ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് അത് അങ്ങനെ എടുക്കുക എന്നറിയോ? സപ്പോസ് ദർ ആർ 4 or less than 4 dots around the symbol. ലൂയിസ് സിംബലുകളിൽ, ഇലക്ട്രോൺ ഡോട്ട് സിംബലുകളിൽ 4 അതിൽ കുറവോ ഡോട്ടുകളാണ് ഉള്ളതെങ്കിൽ ആ സമയത്ത് നമ്മൾ വാലൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡോട്ട്സിന് ഈക്വൽ ആയിട്ട് എടുക്കും.
ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഡോട്ടേ ഉള്ളൂവെങ്കിൽ വാലൻസി 1, 2 ഡോട്ട് ആണെങ്കിൽ വാലൻസി 2, 3 ഡോട്ട് ആണെങ്കിൽ വാലൻസി 3, 4 ഡോട്ട് ആണെങ്കിൽ വാലൻസി 4. ഇനി സപ്പോസ് 4ൽ കൂടുതലാണ് ഡോട്ടുകളുടെ എണ്ണമെങ്കിൽ അവിടെ നമ്മൾ വാലൻസി എടുക്കുന്നത് 8 മൈനസ് നമ്പർ ഓഫ് ഡോട്ട്സ് ആയിരിക്കും. സപ്പോസ് 5 ഡോട്ടുകളുണ്ട്, വാലൻസി എത്രയാണ്? 8 മൈനസ് 5, 3. ശരിയല്ലേ? സപ്പോസ് 6 ഡോട്ടുകളുണ്ട്, വാലൻസി ഈസ് ഈക്വൽ ടു 8 മൈനസ് 6, 2. 7 ഡോട്ടുകളാണുള്ളത്, വാലൻസി ഈസ് ഈക്വൽ ടു 8 മൈനസ് 7, 1. 8 ഡോട്ടുകളാണുള്ളത്, വാലൻസി ഈസ് ഈക്വൽ ടു 8 മൈനസ് 8, 0. വാലൻസി 0. അപ്പോൾ വാലൻസി എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി ആണെന്നും ആ വാലൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നും ലൂയിസ് സിംബലുകളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ലൂയിസ് സിംബൽസിന്റെ ഇലക്ട്രോൺ ഡോട്ട് സിംബൽസിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് വാലൻസി കാൽക്കുലേറ്റ് ചെയ്യുക, എന്താണ് വാലൻസി, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ വാലൻസി കാൽക്കുലേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് when the number of dots is equal to 4 or less than 4. സെക്കൻഡ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്പർ ഓഫ് ഡോട്ട്സ് 4ൽ കൂടുതലാവുമ്പോഴാണ്. അങ്ങനെ കൊസലും ലൂയിസും ചേർന്ന് നടത്തിയ ഈ എക്സ്പെരിമെന്റുകളിൽ നിന്നും ഈ പഠനങ്ങളിൽ നിന്നും എല്ലാം ഏറ്റവും ഒടുവിൽ അവർ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒടുവിൽ നമ്മൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അവർ നൽകി. എന്തായാലും നമ്മൾ ആദ്യത്തെ ചോദ്യം, വൈ ഡു ആറ്റംസ് കമ്പൈൻ? എന്തിനു വേണ്ടിയാണ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത്? വളരെ കൃത്യമായ ഉത്തരം ലൂയിസും കൊസലും ചേർന്ന് നൽകുകയും ചെയ്തു. എന്താണെന്നറിയോ? ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ തികയ്ക്കാൻ വേണ്ടിയാണ്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ്, തികയ്ക്കാൻ വേണ്ടിയാണ്. ആൻഡ് ദിസ് ഇസ് നോൺ ആസ്, ഈ സംഭവത്തെയാണ്, ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ഒക്ടറ്റ് റൂൾ എന്ന പേരിൽ പഠിച്ചത്. സോ കൊസലിന്റെയും ലൂയിസിന്റെയും ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനുകളിൽ ഒന്നായിരുന്നു ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂൾ, ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 8. ഒക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത് ആറ്റംസ് എൻറ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ so as to attain 8 electrons in their outermost shell or valence shell. Okay, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്, കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ തികയ്ക്കാൻ വേണ്ടിയാണ് എന്നത് തന്നെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്ന റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അടുത്ത ചോദ്യമാണ് കൊസലിനോടും ലൂയിസിനോടും ചോദിക്കേണ്ടത്. എന്താണ് നമ്മൾ ചോദിക്കുക? അപ്പോൾ ആറ്റങ്ങൾ എന്തിനു വേണ്ടിയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനം കിട്ടി, ശരിയല്ലേ? ആണ്. ഇനി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക? ഇനി നമുക്കറിയേണ്ടത് ഇവരെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക, എന്തിനു വേണ്ടി കമ്പൈൻ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം രീതികളിലാണ് ആറ്റങ്ങൾക്ക് 8 ഇലക്ട്രോണുകളെ അവരുടെ വാലൻസ് ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ കൊസലും ലൂയിസും പറഞ്ഞു there are 3 methods. 3 രീതിയിൽ, 3 വ്യത്യസ്ത മെത്തേഡുകളിലൂടെ ആറ്റങ്ങൾക്ക് ഇത് അറ്റൈൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഒന്ന് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. എന്താണ്? ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ. രണ്ട് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. 3 ബൈ വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഈ 3 മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആറ്റങ്ങൾക്ക് 8 ഇലക്ട്രോണുകളെ വാലൻസ് ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് കൊസലും ലൂയിസും പറയുന്നത്. ശ്രദ്ധിക്കുക, 1 കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ. 2 ആ മെത്തേഡ് പോസിബിൾ അല്ല എന്ന് തോന്നുവാണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. 3ാമത്തെ മെത്തേഡ് ഈ 2 മെത്തേഡുകളും അപ്ലിക്കബിൾ അല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ ആറ്റങ്ങൾക്ക് എന്ത് ചെയ്യാം? വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി ചെയ്യാം. ഓക്കെ, പറഞ്ഞ ക്ലിയർ ആണല്ലോ? ആണ്. നമ്മളതിലെ ആദ്യത്തെ മെത്തേഡിലേക്ക് പോവുകയാണ്.
എങ്ങനെയാണ് ആറ്റങ്ങൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വഴി കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്പർ 1, ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ആറ്റങ്ങൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 3 വഴികളിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അതിലേറ്റവും ആദ്യത്തെ വഴിയാണത് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ഞാനിവിടെ 2 ആറ്റങ്ങൾ എടുക്കുകയാണ്. ഒന്ന് സോഡിയത്തിൻ്റെ ഒരു ആറ്റം, രണ്ടാമത്തേത് ക്ലോറിൻ്റെ ഒരു ആറ്റം. ഓക്കെ, സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ആറ്റങ്ങളെയാണ് ഞാൻ എടുക്കുന്നത്, സോഡിയം ആൻഡ് ക്ലോറിൻ. ശരി, സോഡിയം എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1. ശരിയാണല്ലോ. ഈ സോഡിയത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അതെന്താണ് ചെയ്യേണ്ടത്? നോക്കിയേ നിങ്ങൾ, അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 3rd ഷെല്ലാണ് അതിൻ്റെ വാലൻസ് ഷെൽ. ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. ഈ ഒരു വാലൻസ് ഇലക്ട്രോണിനെ അതിന് 2 രീതിയിൽ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നുകിൽ കയ്യിലിരിക്കുന്ന ഈ ഒരു വാലൻസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താം. ശരിയല്ലേ? അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ പിന്നെ സെക്കൻഡ് ഷെൽ ആവും വാലൻസ് ഷെല്ല്. ശരിയാണല്ലോ. സെക്കൻഡ് ഷെല്ല് വാലൻസ് ഷെൽ ആണെങ്കിൽ 2ഉം 6ഉം 8 ഇലക്ട്രോൺസ് അതിലുണ്ട്. ശരിയാണല്ലോ അല്ലേ? അപ്പോൾ ഈ 3s ഇരിക്കുന്ന ഈ ഒരു ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ, ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു വാലൻസ് ഇലക്ട്രോണിൻ്റെ കൂടെ 7 ഇലക്ട്രോണുകളെ കൂടി അതിന് ഗെയിൻ ചെയ്യാം. മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങിച്ചെടുക്കാം 7 ഇലക്ട്രോണിനെ കൂടി. അപ്പോഴും അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ. ഇതിലേതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ്? കയ്യിലിരിക്കുന്ന ഒരെണ്ണത്തെ വിട്ടുകൊടുക്കുന്നതാണോ, പുറമേ നിന്ന് മറ്റാരുടെയെങ്കിലും ഔദാര്യം കൊണ്ട് 7 ഇലക്ട്രോണുകളെ വാങ്ങിച്ചു കൂട്ടുന്നതാണോ എളുപ്പം? കയ്യിലിരിക്കുന്ന ഒരെണ്ണത്തെ വിട്ടുകൊടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ സോഡിയം ആറ്റം കയ്യിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഏത് ഫോമിലേക്ക് മാറുമെന്നറിയോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 ആയിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് നിയോൺ എന്നെല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് ബിക്കംസ് Na+ ion. Plus it loses 1 electron, so it becomes plus electron. ഓക്കെ, അപ്പോൾ സോഡിയം ആറ്റം ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്ന ഒരു വാലൻസ് ഇലക്ട്രോൺ കയ്യിലുണ്ടായിരുന്ന സോഡിയം ആറ്റം ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Na+ എന്ന് പറയുന്ന ഒരു അയണിക് ഫോമിലേക്ക് മാറി. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുമ്പോൾ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുക. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ്. അപ്പോൾ നമുക്ക് പറയാം, സോഡിയം എന്ന് പറയുന്ന ന്യൂട്രൽ ആറ്റം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് Na+ എന്ന് പറയുന്ന കാറ്റയോൺ ആയിട്ട് മാറി. ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം? കാറ്റയോൺ ആയിട്ട് മാറി. അപ്പോൾ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലോ 2 പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ആവും. 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലോ 3 പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ആവും. സോ ദ ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിലീസ് ഫ്രം ദി ആറ്റം. ക്ലിയർ ആണല്ലോ? ആണ്. ഇനി രണ്ടാമത്തെ ആറ്റത്തിലേക്ക് പോകുക. ആരായിരുന്നു? ക്ലോറിൻ ആണ്. അറ്റോമിക് നമ്പർ 17 വരുന്ന ക്ലോറിൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 അല്ലേ? ആണ്. 3rd ഷെല്ലാണ് ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ. 3rd ഷെല്ലിൽ 2ഉം 5ഉം ടോട്ടൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 7 വാലൻസ് ഇലക്ട്രോൺസിൻ്റെ കൂടെ ഒരു വാലൻസ് ഇലക്ട്രോണിനെ കൂടി എവിടെ നിന്നെങ്കിലും കണ്ടെത്തിയിട്ട് അത് ഗെയിൻ ചെയ്താൽ അതിന് 8 വാലൻസ് ഇലക്ട്രോൺസ് ആവും. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഈ 7 വാലൻസ് ഇലക്ട്രോൺസിനെയും നഷ്ടപ്പെടുത്തിയാൽ അതിന് വാലൻസ് ഇലക്ട്രോൺസ് വീണ്ടും 8 ആവും. കാരണം ഈ 3rd ഷെല്ലിൽ ഇരിക്കുന്ന 7 ഇലക്ട്രോൺസ് പോയാൽ പിന്നെ സെക്കൻഡ് ഷെൽ ആവും വാലൻസ് ഷെല്ല്. അവിടെ 6ഉം 2ഉം 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതിലേതാണ് എളുപ്പം? എളുപ്പം എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന 7 എണ്ണത്തെ വിട്ടുകൊടുക്കുന്നതാണോ, പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരെണ്ണത്തെ സ്വീകരിക്കുന്നതാണോ, പുറമേ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി എളുപ്പം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഗെയിൻ ചെയ്യാൻ ചുമ്മാതങ്ങ് ഗെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. കൊടുക്കാൻ തയ്യാറായിട്ട് ആരെങ്കിലും വേണ്ടേ? അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളായിരുന്നു ആര്? സോഡിയം. അപ്പോൾ ക്ലോറിൻ ഈ ഒരു ഇലക്ട്രോണിന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സോഡിയം ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു സോഡിയം ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ +1 ഇലക്ട്രോൺ ഇറ്റ് ഗിവ്സ്
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് മാറ്റം ഉണ്ടാവുക? 1s2, 2s2, 2p6, 3s2, 3p6 ആയിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ. ശരിയല്ലേ? ആണ്. അപ്പൊ നേരത്തെ സോഡിയം നിയോൺ എന്ന് പറയുന്ന തൊട്ടടുത്ത നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിലേക്ക് മാറി. ഇവിടെ ക്ലോറിൻ ആർഗൺ എന്ന് പറയുന്ന തൊട്ടടുത്ത നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിലേക്ക് മാറി. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ക്ലോറിൻ ആറ്റം Cl- അയോൺ ആയിട്ട് മാറും, ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും. ശരിയാണല്ലോ? നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനയോൺസ്. ശരിയല്ലേ? അപ്പൊ Cl- ആനിയോൺ ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ആറ്റങ്ങൾക്കും ഒരു പരസ്പര സഹായ സഹകരണം കൊണ്ട് രണ്ടുപേർക്കും തൊട്ടടുത്ത നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞു. സോഡിയം നിയോണിന്റെ കോൺഫിഗറേഷനിലേക്കും ക്ലോറിൻ ആർഗണിന്റെ കോൺഫിഗറേഷനിലേക്കും കൺവേർട്ട് ആയി. ക്ലിയർ ആണല്ലോ? ആണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. കാരണം കയ്യിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ മറ്റൊരാറ്റത്തിന് വിട്ടുകൊടുക്കുകയാണ് സോഡിയം ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് ലോസ് ആണ്. മറ്റൊരാറ്റത്തിന്റെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാണ് ക്ലോറിൻ ചെയ്യുന്നത്. അവിടെ കംപ്ലീറ്റ് ഗെയിൻ ആണ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഒരാറ്റം കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിനെ മറ്റൊരാറ്റത്തിന് മുഴുവനായും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി രണ്ട് അയോണുകളാണ് ഫോം ചെയ്തത്, Na+ഉം Cl-ഉം. ഈ Na+ഉം Cl-ഉം പരസ്പരം കണ്ടുമുട്ടിയാൽ സ്വാഭാവികമായിട്ടും അവർ അട്രാക്ട് ചെയ്യും. കാരണം Na+ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള അയോണിന് Cl- എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അട്രാക്ട് ചെയ്യും. എന്ത് അട്രാക്റ്റീവ് ഫോഴ്സ് വഴിയാണ് അവർ അട്രാക്ട് ചെയ്യുക? രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ് പാർട്ടിക്കിൾസിനിടയിൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി രണ്ടുപേരും പരസ്പരം അട്രാക്ട് ചെയ്യും, രണ്ടുപേരും പരസ്പരം ഒന്നായി ചേരുകയും ചെയ്യും. അപ്പോൾ Na+ അയോണും Cl- അയോണും ചേർന്ന് NaCl എന്ന് പറയുന്ന കമ്പൈൻഡ് രൂപത്തിലേക്ക് അവർ മാറി. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പൈൻഡ് രൂപത്തിലേക്ക് അവർ മാറുന്നതിന് പുറകിലുണ്ടായിരുന്ന ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Na+ന് എന്താണ് സംഭവിച്ചത്, സോഡിയത്തിന് എന്താണ് സംഭവിച്ചത്, ക്ലോറിൻ ആറ്റത്തിന് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്ന് വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ Na+ അയോണും Cl- അയോണും പരസ്പരം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി കണക്റ്റഡ് ആയിരിക്കുന്നു, അട്രാക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ holding oppositely charged ions together is called as an ionic bond. എന്താ നമ്മൾ വിളിക്കുക? അയോണിക് ബോണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എവിടേക്കാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അയോണിക് ബോണ്ട് കെമിക്കൽ ബോണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബോണ്ടാണ് അയണിക് ബോണ്ട്. എങ്ങനെയാണ് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്? ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ലൂയിസും കൊസലും പറഞ്ഞ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി ഫോം ചെയ്യുന്ന ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയണിക് ബോണ്ട്, ഓർ ഇറ്റ്സ് ആൾസോ കോൾഡ് ആസ് ഇലക്ട്രോ വാലന്റ് ബോണ്ട്. അയണിക് ബോണ്ട് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വിളിക്കാം. ഇലക്ട്രോ വാലന്റ് ബോണ്ട്. ഓക്കെ, ഈ രണ്ട് പേരുകളിലും അത് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വഴി ആറ്റങ്ങൾ അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, 8 ഇലക്ട്രോണുകളെ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുവഴി എങ്ങനെയാണ് അവർ അയണിക് ബോണ്ട് ഫോർമേഷനിലേക്ക് മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് വൺ മോർ തിങ്, sodium chloride is a compound in which Na+ ions and Cl- ions are held together by electrostatic force of attraction or ionic bond. അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് എന്ന നിലയ്ക്ക് സോഡിയം ക്ലോറൈഡിനെ നിങ്ങൾക്ക് അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കാം. സോഡിയം ക്ലോറൈഡ് is called as an ionic compound. അപ്പോൾ എന്താണ് ഒരു അയണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? അയണിക് ബോണ്ട് വഴി ഫോം ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ അയണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുക. സോഡിയം ക്ലോറൈഡ് ഒരു അയണിക് കോമ്പൗണ്ട് ആണ്.